ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നെൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നേ. അപ്പം ബർത്ത്ഡേയുടെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണിത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. എല്ലാ ബർത്ത്ഡേക്കും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇപ്രാവശ്യവും ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ വീഡിയോ ആയിട്ട് നമ്മുടെ ഈ ചാനലിലൊന്ന് കാണിക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാറുണ്ട് വീട്ടിൽ. ചിലപ്പോൾ പായസം വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കും, ചിലപ്പോൾ ചോറ് വെക്കും, സദ്യ പോലെ വെക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ പുറത്തുനിന്ന് പൊറോട്ട മേടിച്ചിട്ട് വീട്ടിൽ ചിക്കനോ ബീഫോ എന്തെങ്കിലും കറി വെക്കുമോ അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അതൊക്കെ ഓരോ സാഹചര്യങ്ങളനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ എപ്പോഴും ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ വിളിക്കാറുണ്ട്. പിന്നെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വരും. അങ്ങനെ ഞങ്ങളൊരു 10-15 പേര് കാണും. അതൊരു ഭയങ്കര സന്തോഷമായിട്ട് നമ്മളിങ്ങനെ എല്ലാ വർഷവും ചെയ്യുന്നൊരു കാര്യം കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യവും വിചാരിച്ചു എല്ലാവരെയും വിളിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്രാവശ്യം നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് എല്ലാവരെയും വിളിക്കാമെന്നാണ് വിചാരിച്ചേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് ചിലപ്പോൾ ഞാൻ വൈകുന്നേരം ആയിരിക്കും ഉണ്ടാക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഇപ്രാവശ്യം. പക്ഷേ ഉച്ചയ്ക്ക് തന്നെ എല്ലാവരെയും വിളിക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഞാൻ എല്ലാ ബർത്ത്ഡേയും തലേന്ന് തന്നെ ഞാൻ എല്ലാം തുടങ്ങും കേട്ടോ. ചിക്കൻ ആണെങ്കിൽ ചിക്കൻ മേടിച്ചിട്ട് കഴുകി വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി അടുപ്പിച്ച് വെക്കാറുണ്ട്. അതുപോലെ ബീഫാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. ബീഫ് ഉണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ മേടിക്കും, കാരണം മോൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചിക്കനാട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ചിക്കനൊക്കെ മേടിച്ച് തലേന്ന് തന്നെ കഴുകി കറിക്കുള്ളതെല്ലാം മസാല തേച്ചും ഫ്രൈ ചെയ്യാനുള്ളതും അതുപോലെ തന്നെ മസാലയൊക്കെ പുരട്ടി വെക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് രാവിലെ വലിയ പണികളൊന്നും കാണത്തില്ല. പിന്നെ ബാക്കി അതിനനുസരിച്ചുള്ള ബാക്കിയൊക്കെ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. പ്രാവശ്യം അതുപോലെ തന്നെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി കറിക്കുള്ളത് മാറ്റി വെക്കുന്നുണ്ട്, അതുപോലെ ഫ്രൈക്കുള്ളതും അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ അങ്ങ് തുടങ്ങും നമ്മൾ. കാരണം ഞാൻ 1 മണിക്ക് എല്ലാവരെയും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു 11 മണിയാകുമ്പോഴത്തേക്കും എൻ്റെ പണികളൊക്കെ കഴിയണം എന്നുള്ള രീതിയിലാണ് തുടങ്ങുന്നത്. എനിക്കിങ്ങനെ എല്ലാവരെയും വിളിച്ച് കഴിഞ്ഞിട്ട് അവർ വരുമ്പോൾ ഇങ്ങനെ അടുക്കളയിൽ കിടന്ന് പണി ചെയ്യുന്നതിനോട് എനിക്ക് വലിയൊരു ഇതില്ല കേട്ടോ. എന്തോ എനിക്ക് നമ്മളെല്ലാവരെയും വിളിച്ചിട്ട് അവർ വരുമ്പോഴത്തേക്കും നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടം. അപ്പോൾ അവരോട് നമുക്ക് കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കാനും ഒക്കെ പറ്റുമല്ലോ. അതുകൊണ്ട് ഞാൻ രാവിലെ അങ്ങ് തുടങ്ങി. ആദ്യം തന്നെ ഞാൻ വന്നിട്ട് സവാളയൊക്കെ കറിക്കുള്ളതും ഫ്രൈ ചെയ്യാനുള്ളതും എല്ലാം ഞാൻ സവാളയൊക്കെ അരിഞ്ഞ് ചിക്കൻ കറി അങ്ങ് അടുപ്പിലാക്കുമായിരുന്നു ചെയ്തത് കേട്ടോ. ചിക്കൻ കറി ആദ്യം തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറ് ചൂടോടെ എടുക്കാൻ വേണ്ടിയിട്ട് ചോറ് ഞാൻ ലാസ്റ്റേ വെക്കാറുള്ളേ. അപ്പം ഇടയിൽ കൂടെ ഞാൻ എല്ലാ പണികളും രാവിലത്തെ ബാക്കി മിറ്റം തൂക്കുന്നതാണെങ്കിലും പാത്രം കഴുകുന്നതാണെങ്കിലും എല്ലാം ഇതിനിടയിൽ കൂടെ ചെയ്യുന്നുണ്ട്. എല്ലാം നമ്മൾ പിന്നെ അങ്ങ് വീഡിയോ എടുക്കേണ്ടതെന്ന് വിചാരിച്ചു. നമ്മൾ മെയിനായിട്ട് ഇന്ന് ബർത്ത്ഡേക്കുള്ള ഒരു ഇതാണല്ലോ കാണിക്കുന്നത്, അതുകൊണ്ട് ഞാൻ എല്ലാമൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ചിക്കൻ കറി വെച്ചിട്ട് പിന്നെ ആദ്യം തന്നെ ഞാൻ ഫ്രൈ ചെയ്ത് സവാളയും മുന്തിരിങ്ങയൊക്കെ മാറ്റി വെക്കും ചോറിനുള്ള. അതിനിടയിൽ കൂടെ സാലഡ് ഉണ്ടാക്കുന്നുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ രാവിലത്തേനുള്ള ഫുഡ് കഴിക്കാനുള്ളതും എല്ലാം ഇതിനിടയിൽ കൂടെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ചെയ്യേണ്ടതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ എണ്ണീറ്റ് തുടങ്ങിയിട്ടും ഉണ്ടായിരുന്നേ. അങ്ങനെ ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ട്. ചിക്കൻ കറിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പാത്രത്തിൽ നിന്ന് മാറ്റിക്കൊടുത്തു. കാരണം എനിക്ക് അധികം പാത്രങ്ങളൊന്നുമില്ല കേട്ടോ, കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ. കാരണം ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഇങ്ങനെ ചോറൊക്കെ വെക്കുമ്പോൾ നമുക്ക് വലിയ പാത്രമൊക്കെ വേണമല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരുപാട് ചോറൊക്കെ വെക്കുമ്പോൾ ചെറിയൊരു ടെൻഷനാണ്. കാരണം കുഴഞ്ഞു പോവോ എന്നൊക്കെ, എന്തെങ്കിലും ഒരു പോരായ്മ വരുമോ എന്നൊരു ചെറിയ പേടിയൊക്കെ ഉണ്ട്. കാരണം എല്ലാവരെയും വിളിച്ചിട്ട് നമുക്ക് ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾക്ക് മാത്രം വെക്കുന്നത് പോലല്ലോ. പക്ഷേ കുഴപ്പമൊന്നുമില്ലാതെ വരാറുണ്ട് കേട്ടോ. അപ്പം ചിലരൊന്നും ഇവിടെ ഈ ജീരകശാല അരി കഴിക്കാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയ രീതിയിലൊരു ബിരിയാണിയും കൂടെ വെക്കുന്നുണ്ടായിരുന്നു ബസ്മതി റൈസിൽ. കാരണം നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെ ജീരകശാലയൊക്കെ ഈ ഒരു ഇടയെ കൊണ്ടാണ് കിട്ടാൻ തുടങ്ങിയത്. നമ്മൾ ബസ്മതി റൈസിലായിരുന്നു കേട്ടോ ഇങ്ങനെ ബിരിയാണി വെക്കുന്നത്, നെയ്ച്ചോറ് വെക്കുന്നതൊക്കെ. അപ്പോൾ ഇപ്പോഴും ചെറിയ അരി കഴിക്കാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബിരിയാണി ഒരു സൈഡിൽ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ നമ്മളെല്ലാവരെയും പരിഗണിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അതും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും 11 മണിയായപ്പോഴത്തേക്കും നമ്മുടെ ഈ വെപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവരൊക്കെ വന്നിട്ട് പിന്നെ അവരോടൊക്കെ കാര്യം പറഞ്ഞൊക്കെ കുറേ നേരം ഇരിക്കാൻ പറ്റിയതുകൊണ്ട് പിന്നെ എല്ലാവരും ഒന്നും വീഡിയോ കാണിക്കാത്തത്. എല്ലാവർക്കും ഒന്നും വീഡിയോ വരാൻ അത്ര ഒരു ഇതില്ല, കാരണം നമ്മുടെ അടുത്തുള്ളവരാണ്. അപ്പോൾ അവരൊക്കെ വീട്ടിൽ നിൽക്കുന്ന പോലെ ഇങ്ങ് പോരും. അപ്പം വീഡിയോയിലൊന്നും കാണിക്കാൻ വലിയ ഒരു ഇതില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എല്ലാവരുടെ എടുക്കാൻ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിച്ചു. കേക്ക് മുറിക്കുന്ന വീഡിയോ ഇതിൽ എവിടെയോ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോക്കൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഇത് സർപ്രൈസായിട്ടൊന്നും വാങ്ങിച്ചൊന്നും അല്ലായിരുന്നു. നമ്മൾ കാരണം സ്വർണ്ണമൊക്കെ വാങ്ങി സർപ്രൈസായിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല, കാരണം അളവൊക്കെ നോക്കി വാങ്ങിക്കണമല്ലോ. അങ്ങനെ അളവൊക്കെ നോക്കിയിട്ട് വാങ്ങിച്ചിട്ട് കൊടുത്തു. അപ്പം കേക്കൊക്കെ മുറിച്ചിട്ട് കൊടുത്താൽ മതിയെന്ന് വെച്ചിട്ട് അങ്ങനെ കൊടുത്താൽ കേട്ടോ. നമ്മൾ മോതിരമായിരുന്നു വാങ്ങിച്ചിരുന്നത്. അത് മോളും കൂടെ വന്നിട്ട് തന്നെ അളവൊക്കെ നോക്കി വാങ്ങിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു, ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് കുറേ നേരം ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ ഈ പ്രാവശ്യവും സന്തോഷമായിട്ട് നല്ലൊരു ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു. അപ്പം ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. നമ്മൾ ഈ പ്രാവശ്യം 2 കേക്കായിരുന്നു വാങ്ങിച്ചിരുന്നത് കേട്ടോ, 2 ഫ്ലേവറിലുള്ള.
അങ്ങനെ ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ഇരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പം ടാറ്റാ.